Hello everyone. ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ ഡിഷ് പാലക് താമ്പൂലി. താമ്പൂലി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പേര് കേട്ടിയൊന്നും പേടിക്കേണ്ട. നമ്മളുടെ മോരുകറിയാണ്. ഉടുപ്പിക്കാരുടെ മോരുകറിയാണ്. കന്നഡയിൽ ഈ താമ്പൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈത്ത എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേരിട്ടത്. ഇത് ശരിക്കും ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പം ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കറിയായിട്ട് നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നി. അപ്പം അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരിൻ്റെ അടുത്തു നിന്നാണ് ഈ റെസിപ്പി മേടിച്ചത്. എന്നിട്ട് ഉണ്ടാക്കി നോക്കി. അപ്പം എനിക്കും നന്നായിട്ട് ഇഷ്ടമായി. ഇതിപ്പം ഇപ്പം ഞാനിന്ന് പാലക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ കഴിച്ചതും പാലക്ക് വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് അവരിപ്പം ബീട്രൂട്ട് ക്യാരറ്റ് ഇതെല്ലാം പിന്നെ വേറെ ലീഫി വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഇതേ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാറുണ്ടെന്നാണ്. അപ്പം നമ്മളുടെ ഈ സ്പെഷ്യൽ മോരുകറി എങ്ങനെയാണെന്നൊന്ന് നോക്കാം അല്ലേ. ഇനി നമ്മളുടെ സ്പെഷ്യൽ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഒന്ന് നോക്കാം. പാലക്കൊരു 15 ഇലയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പം ഇത് കുറച്ച് വലിയ ഇലയായിരുന്നു, അതുകൊണ്ടാണ് ഒരു 15 എടുത്തത്. അപ്പം ചെറിയ ഇലകളാണെങ്കിൽ 20-25 വരെ എടുക്കാൻ പറ്റും. 250 ml ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 2 കപ്പ് ഇല എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഓയിൽ അല്ലെങ്കിൽ നെയ്യ്. ഇപ്പം ഉടുപ്പിക്കാരൊക്കെ ആണെങ്കിൽ നെയ്യിലാണ് അവരിത് ഉണ്ടാക്കാറുള്ളത്. നമുക്ക് നെയ്യുടെ ആ ഒരു ടേസ്റ്റ് മോരിൻ്റെ കൂടെയല്ല. ഇപ്പം മോരുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എണ്ണയാണെങ്കിലും മതി. എണ്ണയോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. 2 ടീസ്പൂണിൽ 1 ടീസ്പൂൺ നമ്മൾ ലാസ്റ്റ് കടുക് വറുക്കാനായിട്ട്, 1 ടീസ്പൂൺ ഇതാദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യാനായിട്ടുമാണ്. പിന്നെ 1 ടീസ്പൂൺ ജീരകം, പെപ്പർകോൺ ഒരു 4-5 എണ്ണം, പച്ചമുളക് 2 എണ്ണം, തേങ്ങ ഗ്രേറ്റ് ചെയ്തത് 1/4 കപ്പ്, പിന്നെ തൈര് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ആണെങ്കിലും മതി, മോരാണെങ്കിലും മതി. തൈര് 1 കപ്പ്. പിന്നെ ലാസ്റ്റ് ഒന്ന് കടുക് വറുത്തിടാനായിട്ട് കടുക് 1/2 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 1, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ ഉപ്പും ആവശ്യത്തിന്. ഫസ്റ്റ് 1 ടീസ്പൂൺ എണ്ണ. അപ്പോൾ ടോട്ടൽ നമ്മൾ 2 ടീസ്പൂൺ എണ്ണയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ജീരകം, കുരുമുളക്, പച്ചമുളക് ലോ ഫ്ലെയിമിൽ ഇട്ട് റോസ്റ്റ് ചെയ്താൽ മതി. ജീരകം ഒന്ന് മൂത്തു അപ്പോഴത്തേക്ക് നമ്മളുടെ പാലക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പാലക്ക് ഒന്ന് വാടിയാൽ മതി, കാരണം അല്ലെങ്കിൽ ആ ഇലയുടെ കളറങ്ങ് മാറും. കഷ്ടി ഒരു സെക്കൻഡ്സുകൾ മതി ഇതിന്, കാരണം നമ്മൾ ഇടുമ്പോഴേ നമുക്കറിയാം പാലക്ക് ഇലയല്ലേ അതങ്ങ് നന്നായിട്ടൊന്ന് വാടും. അപ്പോൾ വാടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പം ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഈ ചൂടൊന്ന് മാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം പാലക്കെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനിയും ഇതെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസും പിന്നെ തേങ്ങ, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതിലേക്ക് തൈരുണ്ടല്ലോ, 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ നന്നായി മിക്സ് ചെയ്യാം. തൈര് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ച് വെച്ചതായിരിക്കണം. നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർക്കാം. ഇതെല്ലാം ഒന്ന് മിക്സായി. അങ്ങനെ പാലക് താമ്പൂലി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് കടുക് കൂടെ വറുത്തിടാം. കടുക് വറുക്കാൻ ഞാൻ കുറച്ച് നെയ്യിട്ടൊന്ന് കടുക് വറുക്കുകയാണ്. ആ പ്രോപ്പർ ഉടുപ്പി ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് നെയ്യിലൊന്ന് കടുക് വറുത്ത് നോക്കും. അപ്പം അങ്ങനെ ഉടുപ്പിക്കാരുടെ പാലക് താമ്പൂലി ഇവിടെ റെഡി. നമ്മളുടെ പാലക് മോരുകറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒഴിച്ചുകറി മാറി മാറി ഉണ്ടാക്കണമെങ്കിൽ ഒരു വ്യത്യാസമാണിത്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.